എല്ലാ പ്രിയപ്പെട്ടവർക്കും റെവിൻ ടാരറ്റ ലൈഫ് ഗൈഡൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായിട്ടുള്ള സ്വാഗതം. നിങ്ങൾ നൽകിയ എല്ലാ പിന്തുണയ്ക്കും സ്നേഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തിയില്ലേ, ആ ഒരു വ്യക്തി ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങളോടൊപ്പം ഉണ്ടാവാം, നിർഭാഗ്യവശാൽ ചിലപ്പോൾ നിങ്ങളുമായിട്ട് വേർപിരിഞ്ഞ് നിൽക്കുകയാകാം. എന്നാൽ പോലും വളരെ ഗാഢമായിട്ട് നിങ്ങൾ ആ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ നിങ്ങളുടെ ഈ ഊർജ്ജം, പ്രണയത്തിലുള്ള അല്ലെങ്കിൽ സ്നേഹത്തിലുള്ള ആ ഊർജ്ജം, ഈ സമയം നിങ്ങളുടെ ആ ബന്ധത്തിൻ്റെ ഒരു സിറ്റുവേഷൻ, അത് കഴിഞ്ഞിട്ടൊരു 3 മാസത്തിനപ്പുറം നിങ്ങളുടെ റിലേഷൻ്റെ ഒരു സ്റ്റാറ്റസ് എന്തായിരിക്കും, അതിനുശേഷം ഒരു വർഷത്തിന് ശേഷം എന്തായിരിക്കും നിങ്ങളുടെ സ്റ്റാറ്റസ് റിലേഷൻ്റെ, അങ്ങനെ ഒരു 5 കാർഡ് എടുത്തിട്ട് നമ്മൾ നോക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മുകളിൽ കാണിച്ചിരിക്കുന്ന വാട്സാപ്പ് നമ്പറാണ്, റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ്. ഇതൊരു ജനറൽ വീഡിയോ ആയതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് നമ്മളായിട്ട് റെസനേറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളതിനെ വിട്ടുകളയുക. ടൈം ടെസ്റ്റ് വീഡിയോ അതിനാൽ തന്നെ അത് ഇന്ന് കണ്ടാലും നാളെ കണ്ടാലും 1 വർഷം കഴിഞ്ഞ് കണ്ടാലും എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ ഓപ്പൺ ആക്കുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് കാണാനുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങളെ യൂണിവേഴ്സ് എത്തിക്കുന്നതെന്ന് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ എപ്പോൾ കണ്ടാലും ഇത് ഫുള്ളായിട്ട് കണ്ട് നിങ്ങളായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എടുക്കാവുന്നതാണ്. ഒരുപാട് സമയം കളയുന്നില്ല. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ അല്പം അസുഖകരമായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും ഇതും കടന്നു പോവും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തിയെ ഒന്ന് ഗാഢമായിട്ട് മനസ്സിൽ ചിന്തിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. ഒരു 3 ദീർഘനിശ്വാസം നിങ്ങളെടുത്ത് മൈൻഡിനെ കാമായിട്ട് തന്നെ വയ്ക്കുക. അപ്പോൾ നമുക്ക് സ്പ്രെഡ് എടുക്കാം. ആദ്യം നിങ്ങളുടെ എനർജി ആട്ടോ ചോദിക്കുന്നത്. ആദ്യം നിങ്ങളുടെ എനർജിയാണ്. പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. എന്താണ് വരിക എന്നറിയില്ല. ആദ്യം നിങ്ങളുടെ എനർജി. ഇനി നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, അത് എക്സ്ട്രാ റിലേഷൻ ആയിക്കോട്ടെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കൊള്ളട്ടെ, വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളായിക്കോട്ടെ, ആരും ആയിക്കൊള്ളട്ടെ. ഇനി അവരുടെ എനർജി. ഇനി നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ കറൻറ്റ് സിറ്റുവേഷനാണ് ചോദിക്കുന്നത്. ഇതാണ് ആ കാർഡ്. 5 കാർഡ് ഇരിക്കുമോ? ഇനി ഒരു 3 മാസത്തിന് ശേഷം നിങ്ങളുടെ ബന്ധത്തിൻ്റെ സ്റ്റാറ്റസ്. ഒരു വർഷത്തിന് ശേഷം നിങ്ങളുടെ ബന്ധത്തിൻ്റെ സ്റ്റാറ്റസ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സ്പ്രെഡ് കിട്ടിയിരിക്കുകയാണ്. എന്താണ് കിട്ടിയിരിക്കുന്നത് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് റീഡ് ചെയ്യാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ കിട്ടിയിരിക്കുന്ന കാർഡുകൾ പോസിറ്റീവാണെന്ന് വെച്ചാൽ പോസിറ്റീവാണ്. എന്നാൽ അതിൽ നമുക്ക് പരിഹരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി. ശരിക്കും പറഞ്ഞാൽ ഈ ബന്ധത്തിൽ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. ഏസ് ഓഫ് കപ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് പുതിയൊരു പ്രണയം. കപ്സ് നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. സ്നേഹത്തിൻ്റെ തന്നെ പ്രതീകമാണ് കപ്പ്. അപ്പോൾ പുതിയൊരു സ്നേഹമാണ് നിങ്ങൾ ഈ ബന്ധത്തിൽ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ ബന്ധം ഒരു പക്ഷേ ഒന്നല്ലെങ്കിൽ ഒരു 1 വേ ട്രാക്കിലുള്ള ലൈനായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിലവിൽ ഒരു നോ കോണ്ടാക്ട്സിലേക്കൊക്കെ പോയിട്ട് നിങ്ങൾ വളരെയധികം ഗാഢമായി സ്നേഹിച്ചിട്ട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഒരു പക്ഷേ നോ കോണ്ടാക്ട്സിലേക്ക് പോയിട്ടുള്ളതായിരിക്കാം. അത് ഭാര്യ ഭർത്ത ബന്ധമായിരിക്കാം, എക്സ്ട്രാ റിലേഷൻ ആയിരിക്കാം, ഇനി വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നതായിരിക്കാം, ഇനി ഒരു +2 പയ്യനായിരിക്കാം, +2 പെൺകുട്ടിയായിരിക്കാം. അപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട്സിലേക്ക് ആണെങ്കിൽ നിങ്ങളുടെ ഊർജ്ജം വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഊർജ്ജമാണ്. നിങ്ങൾക്ക് അവരുമായിട്ട് വീണ്ടും ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി നിങ്ങളുടെ മനസ്സ് വല്ലാതെ കൊതിക്കുന്നുണ്ട്. ഇനി അവരുടെ മനസ്സ് എന്താണെന്ന് നോക്കാം. ഇത് വളരെ ലെങ്ത്തുള്ളൊരു വീഡിയോ അല്ല കേട്ടോ. എന്തോ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ യൂണിവേഴ്സ് നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് എന്നിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അവരുടെ ഊർജ്ജം എന്ന് പറയുന്നത് അവരാകെ കൺഫ്യൂഷനിലാണ്. ആകെ കൺഫ്യൂഷൻ എന്ന് പറയുമ്പോൾ അവരുടെ കണ്ണുകളും കൈകളും ഒക്കെ ബന്ധിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് അവർ സ്വയം ഒരു ബന്ധനത്തിലായിരിക്കുന്നതാണ്. അത് മറ്റാരും തന്നെ അവരെ ബന്ധിച്ചിട്ടിരിക്കുന്നതല്ല. അവർക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ അവർ സ്വയം കണ്ണുകൾ അടച്ചിരിക്കുകയാണ്. മേ ബി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ ഇവർ തന്നെ പോയതായിട്ടുള്ള, ചിലപ്പോൾ ഇവർ തന്നെ സ്വയം പിൻവാങ്ങിയിട്ടുള്ളതായിരിക്കാം. എങ്ങനെയാണെങ്കിലും ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു തീരുമാനമെടുക്കാൻ അവർക്ക് പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. പക്ഷേ അവർ വിചാരിച്ചാൽ നടക്കുന്നൊരു കാര്യമാണ്. കാരണം വെച്ചാൽ ഈ ഒരു ബന്ധം എന്ന് വെച്ചാൽ വളരെ ശക്തമായിട്ടൊരു ബന്ധനമൊന്നുമല്ല. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ കെട്ടുകളൊക്കെ അഴിച്ച് ആ ഒരു എന്താണ് പറയുന്നത്, ആ ഒരു ബന്ധനത്തിൽ നിന്ന് പുറത്ത് വരാവുന്നതാണ്. അതായത് അവർ തന്നെ കണ്ണുകളടച്ച് വളരെയധികം സ്വയം ഒരു അന്ധകാരത്തിലായിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. നിങ്ങൾ തന്നെ ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ നേരെ കണ്ണ് തുറക്കാൻ അവർ തയ്യാറല്ല.
എന്ത് തന്നെയാണെങ്കിലും ഈ വ്യക്തി വളരെയധികം മാനസികമായിട്ട് ബുദ്ധിമുട്ടിലൂടെയാണ് കേട്ടോ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മേ ബി അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ പോയിട്ടുള്ളതാണെങ്കിൽ അവർക്ക് ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ഒരുപക്ഷെ നിങ്ങളുമായിട്ട് ശക്തമായിട്ട് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴവും കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം. അതേസമയം തന്നെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ പെട്ടതാണെങ്കിൽ അവർക്ക് എന്താണ് ചെയ്യേണ്ടത്, ഏതാണ് ശരി എന്ന് ഒന്നും മനസ്സിലാവാണ്ട് അവരിങ്ങനെ കണ്ണുകൾ അടച്ചിരിക്കുന്നതായിരിക്കാം. എങ്ങനെയാണെങ്കിലും ആ വ്യക്തിയുടെ ഊർജ്ജം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു ഊർജ്ജമല്ല. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ മിക്കവാറും നിങ്ങളോട് സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഇത്രയൊക്കെ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു ഇൻഡ്യൂഷൻ. തീർച്ചയായിട്ടും അതായത് നിങ്ങളെക്കുറിച്ച് ഓർമ്മകൾ തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടാവണം. പിന്നെ നിങ്ങൾ തമ്മിലുള്ള കറൻറ്റ് ഒരു ബന്ധത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ചപ്പോൾ ജഡ്ജ്മെൻറ്റ് കാർഡാണ് വന്നിരിക്കുന്നത്. അതായത് അതൊരു പുതിയ തുടക്കം എന്നൊരു അർത്ഥമുണ്ട്. ഇനി മറ്റൊരർത്ഥം എന്ന് പറയുന്നത് നീതി കിട്ടും എന്നൊരർത്ഥമുണ്ട്. അതായത് മേ ബി നിങ്ങളിപ്പോൾ ഈ ഒരു കാർഡ് വന്നാണ്ട് ഒരു നീതി കിട്ടാനുള്ളൊരു സാഹചര്യത്തിലായിരിക്കണം. നിങ്ങളുടെ മൈൻഡ് ആഗ്രഹിക്കുന്ന മിക്കവാറും ഒരു നീതി കിട്ടണം എന്നാണല്ലോ. അപ്പോൾ ഒരു നീതി കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈമായിരിക്കാം ഇതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു കരുണയ്ക്ക് വേണ്ടി, അവരുടെ സ്നേഹത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുക എന്ന് പറയില്ലേ, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ എന്ന് വേണമെങ്കിലും പറയാം. ശരിക്കും പറഞ്ഞാൽ ഈ ബന്ധത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും ഈ കാർഡ് റെസൊനേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഈ ബന്ധത്തിലൊരു കരുണയ്ക്ക് വേണ്ടിയിട്ട്, അതായത് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടിയിട്ടും അവരുടെ ഒരു കരുണയ്ക്കൊക്കെ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു 3 മാസത്തിന് ഇപ്പുറം, അതായത് ഇന്ന് മുതൽ ഒരു 90 ദിവസത്തിന് ഇപ്പുറത്തേക്ക് ഈ ബന്ധത്തിൻ്റെ ഒരു സാഹചര്യം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബന്ധം അല്പം പോസിറ്റീവായിട്ട് മാറാനുള്ളൊരു സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. കിങ് ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഊർജ്ജം വളരെ ഉയർന്നൊരു തരം ഊർജ്ജമാണ്. പക്ഷേ പണ്ടത്തെ അത്രയും കണക്ഷൻ വന്നില്ലെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കണക്ഷനൊക്കെ വരാനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട്. പക്ഷേ അത് വളരെ എന്താണ് പറയുക, നിങ്ങൾ ആഗ്രഹിച്ച രീതിക്ക് വളരെ ഒരു റൊമാൻറ്റിക് സംഭവമായിരിക്കില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു പോസിറ്റീവായിട്ടുള്ള ചലനങ്ങൾ ഈ ബന്ധത്തിൽ ഈ ഒരു 90 ദിവസത്തിനുള്ളിൽ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം ആ ഒരു ബന്ധത്തിന്, അതായത് ഇന്ന് മുതൽ 1 വർഷത്തിന് ഇപ്പുറത്തേക്ക് ആ ബന്ധത്തിൻ്റെ 1 വർഷം ഇപ്പുറത്തെന്ന് പറയുമ്പോൾ ഈ ഒരു 3 മാസം കഴിഞ്ഞ് കുറച്ച് നാളുകൾ കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു ബന്ധത്തിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അല്പം ദുഃഖം അനുഭവിക്കേണ്ടി വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഊർജ്ജത്തിലുള്ള ആ ഒരു ലെവലൊക്കെ നിങ്ങളൊന്ന് മാറ്റാൻ ശ്രമിക്കണം. അതായത് നിങ്ങൾ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യാനും, നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ അമ്പലത്തിലോ പള്ളിയിലൊക്കെ പോയി എപ്പോഴും ഇവരെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് മിക്കവാറും നെഗറ്റീവായി സംഭവിക്കുള്ളൂ. അപ്പം നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ നിങ്ങളുടെ ഊർജ്ജമൊക്കെ പോസിറ്റീവ് ആക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഊർജ്ജം നല്ല വ്യത്യാസം വരും. നിങ്ങളുടെ ഊർജ്ജത്തിന് നല്ല വ്യത്യാസം വന്നു കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഈ കാർഡിനെ ഒഴിവാക്കാൻ സാധിക്കും. മനസ്സിലായോ? ഈ കാർഡിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഊർജ്ജത്തിൽ നിന്ന് 100% ഉറപ്പായിട്ടും ഒഴിവാക്കാൻ സാധിക്കും. അത് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ സ്വയം മാറാൻ ആദ്യം തയ്യാറാവണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഊർജ്ജം വ്യത്യാസം വരുമ്പോൾ ഈ ഒരു പ്രശ്നം ഇങ്ങനെയല്ലാതെ മറ്റൊരു ആംഗിളിലൂടെ നോക്കിക്കാണാനുള്ള വിൽ പവറൊക്കെ നിങ്ങളിൽ എത്തിച്ചേരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളൊരു പുതിയ തുടക്കത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ കണ്ണുകൾ അവർ സ്വയം അടച്ചു വച്ച് കൈകാലുകൾ ബന്ധിച്ച്, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഒരു മാറ്റത്തിലേക്ക് വരാൻ അവർ സ്വയം തയ്യാറാവുന്നില്ല. ഈ സമയം നിങ്ങളൊരു കരുണയ്ക്ക് വേണ്ടി ഈശ്വരനോടും അവരോടൊക്കെ കേണുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയിലായിരിക്കാം. ചെറിയൊരു പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ തരക്കേടില്ലാത്തൊരു മാറ്റങ്ങൾ ഒരു 90 ദിവസത്തിനിപ്പുറം, ഈ നിമിഷം മുതൽ 90 ദിവസത്തിനിപ്പുറം സംഭവിക്കാം. പക്ഷേ മുന്നോട്ട് അല്പം കൂടി കടന്ന് ചിന്തിക്കുമ്പോൾ അത്ര പോസിറ്റീവായിട്ടുള്ള കാർഡല്ല. നിങ്ങൾക്ക് ചെറിയ രീതിക്ക് ദുഃഖങ്ങൾ ഉണ്ടാവാനുള്ള പോസിബിലിറ്റിയാണ് കാണുന്നത്. പക്ഷേ ഈ ദുഃഖങ്ങളെ മാറ്റിമറിക്കാനുള്ള ശക്തിയും പവറും നിങ്ങൾക്കുണ്ട്. കാരണം ഇന്നലെ എന്നുള്ളത് കഴിഞ്ഞു പോയി, നാളെ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇന്നെന്നുള്ളത് നിങ്ങളുടെ കൈകളിലാണ്. അപ്പോൾ ഇന്നിനെ നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ നാളെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോ നിമിഷവും ഇത് കഴിഞ്ഞിട്ടുള്ള നിമിഷങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പോസിറ്റീവായിട്ട് മാറാൻ വേണ്ടി ശ്രമിക്കുക. പോസിറ്റീവായിട്ടുള്ളത് മാത്രം സംഭവിക്കട്ടെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു വ്യക്തിക്ക് ഈ വീഡിയോ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് അയച്ചു കൊടുക്കാനും ഒന്നും മടി വിചാരിക്കരുത്. അപ്പോൾ വാട്സാപ്പ് നമ്പറിൽ ഏതെങ്കിലും തരത്തിലുള്ള റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. നിങ്ങളുടെ എല്ലാ സ്നേഹ സഹകരണങ്ങൾക്കും നന്ദി.